ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമൽ പിടിയിൽ. വിജയെ വീട്ടിൽ കയറിയാണ് പിടികൂടിയത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എപ്പോഴാണ് വിജിൽ പോലീസ് പിടിയിലായത്? ഹരി, കേൾക്കാമോ? ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ് പിടിയിലായത്. 26 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്നത്. ഇന്നലെ 5 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഹരിമോഹൻ, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് മാധു ഈ അറസ്റ്റ് നടക്കുന്നത്. ആറ്റിങ്ങലിലെ ജില്ലാ പ്രസിഡന്റിന്റെ വീട്ടിൽ കയറിയാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. വിജയ് വിമൽ, അതായത് ഇപ്പോൾ 5 തങ്ക ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, എസ്എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്. വിജയ് വിമലിനെയും നേരത്തെ പോലീസ് ഒരു പട്ടികയായി CPM-ന് കൈമാറിയിരുന്നു. പക്ഷേ വിജയ് വിമലിനെ കൈമാറാൻ CPM തയ്യാറായിരുന്നില്ല. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ആറ്റിങ്ങലിലെ വീട്ടിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പോലീസ് സംഘം അവിടേക്ക് എത്തി വീട്ടിനകത്ത് കയറി വിജയ് വിമലിനെ പിടികൂടിയത്. വീട്ടുകാർ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വീട്ടുകാരോട് തട്ടിക്കയറുകയും ഒപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആരോപിക്കുന്നത്. SFI ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സംഭവ സ്ഥലത്തൊന്നും ഇല്ലാതിരുന്ന ആൾ കൂടിയാണ് ജില്ലാ പ്രസിഡന്റ് വിജയ് വിമൽ. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധമാണ് ഇതിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ് SFI അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ ഈ അറസ്റ്റിലായവരുടെ എണ്ണം 26 ആയിരിക്കുന്നു. 25 പേരാണ് ഇന്നലെ വരെ അറസ്റ്റിലായിരുന്നത്. ഇന്ന് ഒരേ ഒരാളുടെ അറസ്റ്റാണ് ഉണ്ടായത്. അത് SFI ജില്ലാ പ്രസിഡന്റിന്റെ അറസ്റ്റാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിജയ് വിമലിന് നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് ആരോപിക്കുന്നത്. അതായത് ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആക്രമിച്ച സംഘത്തിൽപ്പെട്ട ആൾ കൂടിയാണ് വിജയ് വിമൽ എന്നുകൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. അതും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കൂടി SFIയുടെയും DYFIയുടെയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളാവുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ AR ക്യാമ്പിലേക്ക് ഇനി എത്ര പേർ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് വിചാരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? മാധു, അതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പരമാവധി ആളുകളെ പിടികൂടാനുള്ള നിർദ്ദേശമാണ് പോലീസ് തലപ്പത്ത് നിന്ന് ADGP തലത്തിൽ നിന്ന് മ്യൂസിയം പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ SFIയുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയാൽ കൂടുതൽ തലസ്ഥാനത്ത് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം IPBിനും അടക്കമുള്ളവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ CPM പ്രവർത്തകരൊക്കെ തടിച്ചുകൂടി നിന്ന മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.